ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഒഴിവ് ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും അതുപോലെ നല്ല നാടൻ ചമ്മന്തിയായിരുന്നു കേട്ടോ. തേങ്ങ അരച്ച് നല്ല സൂപ്പർ ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഉഴുന്നും പച്ചരിയും കുറച്ച് ഉലുവയും കൂടി ചേർത്ത് ഒന്ന് അരച്ച് ഇതുപോലെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കാണെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് അവിടെ വെച്ചു. അപ്പോൾ അത് നല്ല പുളിച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പം നേരെ ഇഡ്ഡലി പാത്രം എടുത്ത് കഴുകി ഞാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി മാവും കൂടി അതിനകത്തോട്ടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുവാണേ. എൻ്റെ ഈ ഇഡ്ഡലിത്തട്ട് 9 ഇഡ്ഡലി വരെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഇഡ്ഡലിത്തട്ടാണേ. ഈ ഒറ്റൊരു സെറ്റ് മതി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി. 9 ഇഡ്ഡലി മതി. അപ്പം മുകളിലത്തെ തട്ടിലും കൂടി ഇഡ്ഡലി നിറച്ച് വയ്ക്കാൻ നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി ഉണ്ടാൽ മതി. പെട്ടെന്ന് ഇഡ്ഡലി അങ്ങ് ആവും കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് രാവിലത്തേക്ക്. ഒത്തിരി സമയമൊന്നും നമുക്ക് ഈ അടുക്കളയിൽ കിടന്ന് തിരിഞ്ഞ് കളിക്കണ്ട. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാം. ഏറ്റവും കൂടുതൽ വിശന്നിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം ഇഡ്ഡലിയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പലഹാരം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഒരു തേങ്ങ ഒന്ന് ഉടച്ചെടുക്കണം. അതിനകത്ത് ഒരു പാതി വെച്ച് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. വളരെ ഈസിയാണ് ഈ ചമ്മന്തി കേട്ടോ. ഇങ്ങനെ ഒന്ന് അരച്ചു നോക്കുക, വളരെ ടേസ്റ്റാണ്. ഇഡ്ഡലി ഇതുപോലെ റെഡി ആയി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഈ അച്ചിന്ന് പുറത്തോട്ട് തട്ടി തട്ടി എടുക്കരുത്. അപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ്, അരമുറി തേങ്ങ, 2 കഷ്ണം ഉള്ളി, ഒരു 3 പച്ചമുളക്, ഒരു കുഞ്ഞ് ഇഞ്ചി, പിന്നെ കുറച്ച് പുളി, അത്രേ വേണ്ടുള്ളൂ. അത് കൂട്ടി നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അതിനകത്തേക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിടണം. അതും കൂടി ഒന്ന് പൊട്ടി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇഡ്ഡലി അച്ചിന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ തട്ടി തട്ടി എടുക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് കുത്തി ഇളക്കി എടുക്കാൻ നോക്കരുത് കേട്ടോ. അത് ഇഡ്ഡലി പൊട്ടിപ്പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളം തളിച്ചു കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ, ഒരു 2 അല്ലി, അത് മതിയാവും. അതിനെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരു ഗോൾഡൻ കളറാവണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാവണ വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ കിടന്ന് ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാവട്ടെ. അപ്പം ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്തുള്ള അരപ്പാണ് കേട്ടോ ചമ്മന്തിയുടെ ആയിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഈ കടുക് വറുത്തതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ടേ. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയും വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതും കൂടി ഒന്ന് പറയണേ. ഇഡ്ഡലിയുടെ കൂടെയാണെങ്കിലും ദോശയുടെ കൂടെയാണെങ്കിലും നല്ല സൂപ്പറാണ് ഈ ചമ്മന്തി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.